സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ തായമ്പക സംഘം ഇടുക്കിയിൽ അരങ്ങേറ്റം കുറിച്ചു. പഴയരിക്കണ്ട സർക്കാർ ഹൈസ്കൂളിലെ 35 കുട്ടികൾ ഉൾപ്പെട്ട കലാദീപം എന്ന സംഘമാണ് 1.5 വർഷത്തെ പരിശീലനത്തിന് ശേഷം സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറ്റ വേദിയിൽ കൊട്ടിക്കയറിയത്. ഒഴിവ് സമയം ക്ലാസ് മുറിയിലെ ഡെസ്കിലും ബെഞ്ചിലൊക്കെ താളമിട്ട കുട്ടികളുടെ കലാവാസനയെ തിരിച്ചറിഞ്ഞ സ്കൂളിലെ ഈ അധ്യാപകനാണ് ഈ വിദ്യാർത്ഥികളുടെ ഹീറോ. ചെണ്ടമേളത്തിലും ശിങ്കാരിമേളത്തിലും അരങ്ങേറ്റ ദിവസം തന്നെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വിസ്മയം തീർത്തു. മുപ്പത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെട്ട ചെണ്ടമേള സംഘം ചിട്ടയായ പരിശീലനത്തിന് ശേഷമായിരുന്നു വേദിയിലെത്തിയത്. ഞാനിപ്പോൾ ഒരു 1.5 വർഷമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ആയപ്പം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ വെച്ച് പോയി തുടങ്ങി, അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ ഒരുപാട് പൊട്ടിച്ചോരയൊക്കെ വന്നിട്ട് ഞങ്ങൾ വീണ്ടും പഠിച്ചു. അങ്ങനെ ഇവിടെ വരെ എത്തി. പഠിച്ചപ്പം ആദ്യം ഭയങ്കര പാടായിരുന്നു, പിന്നെ പഠിച്ചു വന്നപ്പോൾ നല്ല എളുപ്പമുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ അമ്പതിലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ ഒട്ടുന്ന കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഇവിടെ സ്കൂളിൽ ചെണ്ടമേളം ഉണ്ട്, അപ്പോൾ വന്ന് ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന് പഠിച്ചു തുടങ്ങി. പൂരങ്ങൾക്കൊക്കെ പോയിട്ട് കൊട്ടാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഈ സംഘത്തിലുണ്ട്. ചെണ്ടവിദ്വാൻമാരായ ദിജേഷ്, പ്രകാശൻ എന്നിവരാണ് ഗുരുക്കന്മാർ. കൊച്ചു പിള്ളേരായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ദിജേഷ് മാഷും ഞാനും കൂടെയാണ് ക്ലാസ് എടുത്തത്. ദക്ഷിണ വെച്ചപ്പം ഒരു 49 കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ കഷ്ടപ്പാടൊക്കെ കാരണം കുറച്ച് പിള്ളേർ പൊഴിഞ്ഞു പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു 20 കുട്ടികളെങ്കിലും അരങ്ങേറ്റത്തിന് വേണം എന്നുള്ള ഒരു ഇതിലാണ്. എന്താണെങ്കിലും നമുക്ക് ഭാഗ്യം, നമുക്കൊരു 35 പിള്ളേരെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അവരടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ല ഭംഗിയായിട്ട് പോകുന്നു. അതുപോലെ തന്നെ PTA ഭാഗത്തുനിന്നും മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ട്. ഇത്രയും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല, നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതലായിട്ട് പെർഫോമൻസ് ചെയ്തു. കാരണം ഓഡിയൻസിനെ കാണുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാകുന്നതാണ്. ആ ഒരു ബുദ്ധിമുട്ടില്ലാതെയും നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തു പ്രാവശ്യം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്ര വലിയ പൈസ ഇല്ലാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ പൈസ ചെണ്ട വാടകയ്ക്കെടുത്തല്ല, അവർ സ്വന്തമായിട്ട് കുറേ മേടിച്ചു. പിന്നെ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ കലകളി എന്ന ട്രൂപ്പിൻ്റെ വകയായിട്ട് കുറച്ച് പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടത്തിൽ നിന്ന ആൾക്കാരും ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം വന്നിട്ടുണ്ട്, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. കുട്ടികളിലെ മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കാനും വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു തായമ്പക പരിശീലനമെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു. ഇത് വിജയം കണ്ടെന്നാണ് ജോ ബി ജോൺസന്റെ വിലയിരുത്തൽ. വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണിത്. വെച്ചിട്ടുണ്ടെങ്കിൽ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെ ഒപ്പം തന്നെ ഇത് ഒരു നാടിൻ്റെ ഉത്സവമായി മാറിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. വിദ്യാർത്ഥികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മൊബൈലിനുള്ള അഡിക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അവർക്ക് അതങ്ങ് മാറി ശരിക്കും ഒരു താളം എപ്പോഴും അവർക്ക് ആ മനസ്സിൽ എങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്കിരുന്നാൽ പോലും അവർക്ക് ആ താളം കൊട്ടിയാണ് അവർ പരിശീലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മാറ്റം വലിയൊരു അത്ഭുതകരമായിട്ട് ഞങ്ങൾ തോന്നിയിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘത്തിന്റെ അരങ്ങേറ്റം കാണാനും പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപും എത്തിയിരുന്നു. കുട്ടികൾ ചെണ്ടമേളത്താൽ സ്കൂളങ്കണത്തെ പൂരപ്പറമ്പാക്കി മാറ്റിയപ്പോൾ ഒത്തുകൂടിയ നാട്ടുകാർ അതിനെ നെഞ്ചിലേറ്റി. ന്യൂസ് മലയാളം, ഇടുക്കി.